ശ്രീ പഴകുളം മധു, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയായിരുന്നു ഈ തവണ ശബരിമല തീർത്ഥാടന കാലത്തിൽ ഉണ്ടായിരിക്കുന്നതും ഒപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇതൊക്കെ കപടഭക്തരാണ്, മലയിൽ നിന്ന് മാല ഊരിപ്പോയത് കപടഭക്തരാണ്, ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുള്ളവരാണെന്നൊക്കെയാണ് ദേവസ്വം മന്ത്രി ഇപ്പോൾ പറയുന്നത്. എന്താണ് അങ്ങയുടെ പ്രതികരണം? ദേവസ്വം മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം സ്പീക്കറായിരുന്നപ്പോഴും മുൻപും മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുള്ളത് അദ്ദേഹം വിവേകപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആളെന്നുള്ള നിലയിലാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പരാജയമാണ്. ശബരിമലയിൽ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത വിധമുള്ള തടസ്സങ്ങൾ, തീർത്ഥാടകർക്കുള്ള അസൗകര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടായത് ദേവസ്വം വകുപ്പിന്റെയും ദേവസ്വം ബോർഡിന്റെയും പിടിപ്പുകേട് കൊണ്ടും കഴിവുകേട് കൊണ്ടും അവർ മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കാൻ അവർക്കുണ്ടായ പരാജയം കൊണ്ടുമാണ്. എന്നാൽ അതിനെല്ലാം അവിടെ ശബരിമലയിലും പത്തനംതിട്ടയിലും എരുമേലിയിലും എല്ലാം വന്ന് മണിക്കൂറുകളോളം ക്യൂവിൽ കിടന്ന് കൊച്ചു കുഞ്ഞുങ്ങളുമായി കുടിവെള്ളം പോലും ലഭിക്കാതെ, യാതൊരു അടിസ്ഥാന സൗകര്യം ലഭിക്കാതെ, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കാതെ ശബരിമല തീർത്ഥാടന കാലത്തെ ഇത്ര താറുമാറാക്കിയ ഒരു മന്ത്രി വിവരദോഷമാണ് പറഞ്ഞത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ കെ രാധാകൃഷ്ണൻ ആരെ തൃപ്തിപ്പെടുത്താണെന്നൊക്കെ പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസമില്ല, അവർക്ക് അമ്പലങ്ങളോ പള്ളികളോ ഒന്നുമില്ല, അവരൊന്നും വിശ്വസിക്കുന്നില്ല. എന്നിട്ടും ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ചുമലിൽ കസേരയിട്ടിരുന്ന് അതെല്ലാം ഭരിച്ച് ആസ്വദിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തിട്ടുള്ളത്? ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ശബരിമല തീർത്ഥാടന കാലത്ത് പമ്പയിലും എരുമേലിയിലും പന്തളത്തും സന്നിധാനത്തും ഒക്കെ സന്ദർശനം നടത്തി അവിടുത്തെ പോരായ്മകൾ കണ്ടെത്തി ഓരോന്നായി പരിഹരിച്ച് ഒരുപാട് ഭക്തർ മടങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സംഭവ വികാസങ്ങളാണ്. അത് മന്ത്രി പറയുന്ന കപട ഭക്തരാണ്, യഥാർത്ഥ ഭക്തരാരും മടങ്ങി പോയിട്ടില്ല എന്നൊരു മന്ത്രി പറയുമ്പോൾ തീർത്ഥാടകരെ ആകെ അവഹേളിക്കുന്ന തരത്തിലേക്ക് അത് നീങ്ങുന്നില്ലേ? തീർച്ചയായിട്ടും എവരുടെ പരാജയം മറ്റുള്ളവരുടെ ചുണ്ടിൽ കെട്ടിവെക്കുകയാണ്. ഭക്തരെയും ഇവർക്ക് എങ്ങനെയാണ് അവർ നിർവഹിക്കുന്നത്? എവരുടെ പരാജയം കൊണ്ട്, അല്ലെങ്കിൽ എവരുടെ പിടിപ്പുകേട് കൊണ്ട്, എവരുടെ കഴിവുകേട് കൊണ്ട് തീർത്ഥാടനം അലങ്കോലപ്പെട്ടു. പമ്പയിലേക്ക് എത്താനോ ശബരിമലയിലേക്ക് പോകാനോ കഴിയാതെ മാസങ്ങളോളം വ്രതമെടുത്ത് വന്ന ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് പന്തളം ക്ഷേത്രത്തിൽ മാല ഉരുട്ട് പോയത്, എരുമേലിയിൽ മാല ഉരുട്ട് പോയത്, പമ്പയിൽ വന്ന് തിരിച്ചു പോയത്. അവരെല്ലാം ഒന്നാകെ അവഹേളിക്കുന്ന മര്യാദകെട്ട ഒരു സമീപനമാണ് ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ ഇപ്പൊ നടത്തിയിട്ടുള്ളത്. ഇത് ശരിയല്ല. ശരി, നന്ദി. ശ്രീ പഴകുളം മധു, കോൺഗ്രസ് നേതാവാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ ഈ നിലപാട്, ഈ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്.